ഇന്നൊരു ലോങ് ഡേ ആണ്. വേൾഡ് കപ്പ് സീസൺ ആയതുകൊണ്ട് രാവിലത്തെ ജിം സെഷൻ ഇല്ല. അതുപോലെ തന്നെ വൈഫ് പീസ് വാലിയിൽ നിന്ന് റിസൈൻ ചെയ്തുകൊണ്ട് വൈഫിനെ ഡ്രോപ്പ് ചെയ്യാൻ പോക്കുമില്ല. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് പാലാ ഷോറൂമിലേക്കാണ്. ഇന്ന് ഞാൻ വൈകിട്ട് തിരിച്ചു പോകുന്നത് ചെറുവട്ടൂരിലെ വീട്ടിലേക്കല്ല, പകരം കായംകുളത്തുള്ള വൈഫ് ഹൗസിലേക്കാണ്. അതുകൊണ്ടാണ് ഇന്നൊരു ലോങ് ഡേ ആണെന്ന് പറഞ്ഞത്. ഏതായാലും ഷോറൂമിലെത്തി ആദ്യം തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചു. പിന്നെ ഡെയിലി അക്കൗണ്ട്സും കാര്യങ്ങളും നോക്കി. അപ്പോഴേക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്തൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ എഡിറ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തി. അത് കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് ടൈം ആയി. ലഞ്ചിന് മുമ്പത്തെ എന്റെ ടൈമൊക്കെ കൂടുതൽ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോവാറ്. അങ്ങനെ പോയി ലഞ്ച് കഴിച്ച് തിരിച്ചു വന്നു. തിരിച്ച് ഷോറൂമിൽ എത്തിയപ്പോഴേക്കും നമുക്ക് ഒന്ന് രണ്ട് പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. 240x80 സെന്റിമീറ്റർ സൈസിൽ വരുന്ന 15 തിക്നെസ് വരുന്ന ബ്ലാക്കും വൈറ്റും സ്ലാബുകളുടെ കാർവിംഗ് ഫിനിഷ് ടൈലാണ് ഇപ്പോൾ ഡിസ്പ്ലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഡിസ്പ്ലേയുടെ സ്പേസ് ഒക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് കയറി നമുക്ക് അടുത്ത ദിവസം ഫാം ടൈൽസ് പാർക്കിന്റെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്യാനുള്ള പുതിയൊരു ടൈലിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തു. 6x4 സൈസിൽ വരുന്ന ഇറ്റാലിയൻ മാർബിൾ ആയ ബോട്ടോച്ചിനിയുടെ അതേ പാറ്റേണിൽ വരുന്ന ഒരു ടൈലിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തത്. ആ വീഡിയോയുടെ ഷൂട്ട് കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴേക്കും നമ്മൾ ആദ്യം ഡിസ്പ്ലേക്ക് സ്ഥലം പറഞ്ഞു കൊടുത്ത ടൈലുകൾ ഡിസ്പ്ലേയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ 15 തിക്നെസ് വരുന്ന കാർവിംഗ് ഫിനിഷിൽ വരുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടൈലുകൾ. ഇതിലെ ബ്ലാക്ക് ഡിസൈൻ ആണ് ഞാൻ എന്റെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കസ്റ്റമർക്കും നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കിടിലൻ ടൈലുകളാണ്. അങ്ങനെ ആ ഡിസ്പ്ലേയുടെ വർക്ക് തീർന്നപ്പോഴത്തേക്കും ഏകദേശം സമയം 5 മണിയായി. ഇന്ന് നമുക്ക് കായംകുളത്തേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ കുറച്ച് ചാർജ് കുറവായതുകൊണ്ട് അടുത്തുള്ള ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നേരം വണ്ടി കുത്തിയിട്ടു. അത് കഴിഞ്ഞ് നേരെ കോട്ടയത്തേക്ക്. കോട്ടയം വെസ്റ്റ് സൈഡിൽ കയറി ഒരു ഡ്രസ്സും സെലക്ട് ചെയ്ത് പിന്നെ നേരെ കായംകുളത്തുള്ള വൈഫ് ഹൗസിലേക്ക്. പാലായിൽ നിന്ന് കോട്ടയം വഴി ഏകദേശം 2.5 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട് കായംകുളത്തേക്ക്. അങ്ങനെ നമ്മൾ 8 മണിയായപ്പോഴത്തേക്കും കായംകുളത്തെ വീട്ടിലെത്തി. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.